ഏഴിലമ്പാല നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ്, ഒരു ഔഷധ സസ്യം കൂടിയാണ്. നമുക്ക് നാട്ടുമ്പുറങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്, നമുക്ക് പൂക്കൾക്കായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ ഔഷധയോഗമായിട്ടുള്ള ഭാഗം ഇതിന്റെ തൊലി തന്നെയാണ്. തൊലിയാണ് പലപ്പോഴും കൂടുതലായിട്ട് നമ്മൾ കഷായങ്ങളൊക്കെ വെക്കാനായിട്ട് ഏഴിലമ്പാല തൊലി ഒരുപാട് കഷായ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇതിന്റെ പൂവും ഇലയൊക്കെ പൊട്ടിക്കുമ്പോൾ വരുന്ന ആ കറിയില്ലേ, അതിനും ചില ഔഷധ ഗുണങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്ന ചില പൊടിക്കൈകൾ ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നമുക്കിത് പൊതുവെ രക്തദൂഷ്യത്തിന്, ചർമ്മരോഗങ്ങൾക്ക്, ഡസ്റ്റ് അലർജി, സ്നീസിങ്, തുമ്മല്, പീനസം, ജലദോഷം, കനത്ത തലവേദന, പനി വരെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ജ്വരം, പനി, അതുപോലെ അതിസാരം, ഇത്തരം അവസ്ഥകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ് ഈ ഔഷധം. മാത്രമല്ല ഇതിന്റെ തൊലി ചെത്തിയെടുത്ത് പലതരം ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടും കഷായം വെക്കുന്നതിനായിട്ടും ഒക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഡോക്ടർ സേവ്യർ. പതിപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കുന്നു. ചരക സംഹിതയിലെ ചരകാചാര്യൻ ഇത് കുഷ്ഠക്കന ഔഷധങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് ചർമ്മരോഗങ്ങൾക്കും രക്തശുദ്ധി വരുത്തുന്നതിന്, രക്തദുഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകളിലൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സംസ്കൃതം പേര് സപ്തച്ഛതം, സപ്തപർണ എന്നൊക്കെയാണ് സംസ്കൃതത്തിലെ ആയുർവേദ ടെക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ള പേര്. ഇതിന് 7 ഇലകൾ ഉള്ളത് കൊണ്ടായിരിക്കാം സപ്തച്ഛതം അല്ലെങ്കിൽ സപ്തപർണ എന്നൊക്കെ വിളിക്കുന്നത്. ഏഴിലമ്പാലയുടെ ബൊട്ടാനിക്കൽ നെയിം അൽസ്റ്റോണിയ സ്കൊളാരിസ് എന്നാണ്. അതുപോലെ ഇതിന്റെ ഫാമിലി നെയിം അപ്പോസൈനേസ്. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രസം തിക്ത കഷായ രസത്തോട് കൂടിയതാണ്. അതുപോലെ ഉഷ്ണവീര്യമാണ്, കടുവിഭാഗമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗുണം ലഘു സ്നിഗ്ധ ഗുണത്തോട് കൂടിയതാണ്. ഇനി ഇതിന്റെ ദോഷകർമ്മം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഫ വാത ദോഷങ്ങൾ വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളിലൊക്കെ ഈ ഔഷധം പ്രയോഗിക്കാവുന്നതാണ്. രക്തദുഷ്ടി കൊണ്ടുണ്ടാവുന്ന പലതരം ചർമ്മ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. പ്രമേഹം ശമിപ്പിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള പനി, ഇത്തരം അവസ്ഥകളിലും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സപ്തച്ഛതാദി ഗണ്ഡൂഷം എന്നൊക്കെ പറയുന്ന കഷായം നമ്മൾ വായിലൊക്കെ ധരിക്കാറുണ്ട്, കൗൾക്കൊള്ളുന്നതിനും. സ്റ്റൊമറ്റൈറ്റിസ് പോലുള്ള രോഗാവസ്ഥകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ ഏഴിലമ്പാലയുടെ തൊലി ഉപയോഗിച്ചു വരുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ചില പൊടിക്കൈകൾ പറയാം. നിങ്ങൾക്ക് വീടുകളിൽ ഒരു ആയുർവേദ ഡോക്ടറെ കാണുന്നത് വരെ, നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളോ രോഗാവസ്ഥകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് വരെയുള്ള സമയത്ത് ഒരു താൽക്കാലിക ആശ്വാസത്തിന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗസ്ഥിതി മാറുന്നതിനും പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുന്നതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ സ്വീകരിക്കണമെന്ന് തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ജ്വരം, അതിസാരം, അതുപോലെ പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, രക്തദുഷ്ടി കൊണ്ടുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, അതുപോലെ പീനസം, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തുമ്മല്, ജലദോഷം, അലർജിക് റൈനൈറ്റിസ്, തലവേദന, പൊടിയടിച്ചാൽ തുമ്മല്, ജലദോഷം, മൂക്കടപ്പ്, സ്വതവേ സ്ഥിരമായിട്ട് മൂക്കൊലിക്കുക, ഇത്തരം രോഗാവസ്ഥകളുള്ളവർക്കൊക്കെ ഒരു പൊടിക്കൈ പോലെ പ്രയോഗിക്കാവുന്നതാണ് ഇതിന്റെ കഷായം. ഏഴിലമ്പാലത്തൊലി കഷായം വെച്ച് കഴിക്കാം. അപ്പൊ അതിന് തയ്യാറാക്കാനായിട്ട് ഇതിന് അരപ്പലം മരുന്നെടുക്കണം. അതായത് ഏഴിലമ്പാലത്തൊലി ചെത്തിയെടുത്ത് കഴുകി കൊത്തിനുറുക്കി ചതച്ചെടുക്കുക. അതൊരു 30 ഗ്രാം ആണ്. അതായത് അരപ്പലം മരുന്ന്. അരപ്പലം എന്ന് പറയുമ്പോൾ 30 ഗ്രാം ആണ്. അത് ഒരു നാഴി വെള്ളത്തിൽ, നാഴി വെള്ളം എന്ന് പറയുമ്പോൾ 300 മില്ലി വെള്ളത്തിൽ, 300 മില്ലി വെള്ളത്തിൽ 30 ഗ്രാം ഏഴിലമ്പാലത്തൊലി കഴുകി കൊത്തിനുറുക്കി ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് 4-1 വറ്റിക്കണം. 300 മില്ലി 4-1 വറ്റിക്കുമ്പോൾ 75 മില്ലിയാവും. ചെറുതീകരിച്ച് പതുക്കെ സിമ്മിലിട്ട് പതുക്കെ സമയമെടുത്ത് കത്തിച്ച് ഇളക്കി ഇളക്കി വറ്റിച്ചെടുത്ത് 300 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച് 75 മില്ലി ആയിട്ട് വറ്റുമ്പോൾ ആ ചണ്ടി അരിച്ച് മാറ്റുക. എന്നിട്ട് അതിന്റെ പകുതി കാലത്ത് ഭക്ഷണത്തിന് മുമ്പും പകുതി രാത്രി ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ നടത്തും. ഓക്കെ, ഇത് പതിവായിട്ട് സേവിച്ചാൽ ഈ പറഞ്ഞ രോഗാവസ്ഥകൾ, ജ്വരം, അതുപോലെ ചർമ്മരോഗങ്ങൾ, ഡസ്റ്റ് അലർജി, സ്നീസിംഗ്, തുമ്മല്, തലവേദന, ലൂസ് മോഷൻ, പ്രമേഹം, അതിസാരം, ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ ശമനം ലഭിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിച്ചോളുന്നില്ല. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ഇതുകൊണ്ട് ആശ്വാസം ലഭിച്ചില്ലെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു പൊടിക്കൈ പറയാം. അതായത് വയറിളക്കുന്നതിന് എന്താ ഔഷധങ്ങൾ കഴിക്കേണ്ടത്, വയറ് ശുദ്ധി വരുത്തുന്നതിന് എന്താ ഔഷധം കഴിക്കണം എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏഴിലമ്പാല ഒക്കെ നിങ്ങളുടെ പറമ്പുകളിൽ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് വയറിളക്കുന്നതിന് പ്രയോഗിച്ച് നോക്കാവുന്ന ഒരു പൊടിക്കൈ പറഞ്ഞുതരാം. അതായത് വയറ് കഴുകുന്നതിനായിട്ട് ഒരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിലേക്ക്, മാക്സിമം 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിന്റെ ഇല പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ കറയുണ്ടല്ലോ, ആ കറ ഒരു 2 മില്ലി വേണ്ടു. അതിൽ കൂടുതൽ വേണ്ട. അധികമായി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, ഒരു 2 മില്ലി കറ ഒരു 1/4 ഗ്ലാസോ 1 ഗ്ലാസോ തിളപ്പിച്ച വെള്ളത്തിൽ കലക്കി ചേർക്കുക. എന്നിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഈ വയറ് കഴുകുന്നതിന്, ശോധന വരുത്തുന്നതിന്, വിരേചനം ഉണ്ടാക്കുന്നതിന് സഹായകരമാവുന്നതാണ്. നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു പൊടിക്കൈ, നിങ്ങൾക്ക് ഈ വ്രണങ്ങൾ, അതുപോലെ എക്സിമ പോലെ ഇങ്ങനെ ചൊറിച്ചിലോടുകൂടി വിചർച്ചിക എന്ന് വിളിക്കുന്ന അവസ്ഥ, ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഈ ഏഴിലമ്പാലയുടെ കറ എടുത്തിട്ട് അവിടെ വ്രണങ്ങൾ പുരട്ടി കഴിഞ്ഞാൽ ആ വ്രണങ്ങൾ കരിഞ്ഞു പോകുന്നതിന്, എക്സിമ ശമിക്കുന്നതിന്, ആ ചൊറിച്ചിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഇനി മറ്റൊരു പൊടിക്കൈ, ശിരസിനെ ആശ്രയിച്ച് നമുക്ക് മൂക്കടപ്പും, മൂക്കൊലിപ്പും, തുമ്മലും, ജലദോഷവും, അതുപോലെ കഫം വർദ്ധിച്ചുണ്ടാവുന്ന ശിരോരോഗം, കലശലായ തലവേദന, വിട്ടുമാറാത്ത തലവേദന, സൈനുസൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ്, ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈ ഏഴിലമ്പാലയുടെ പൂവ് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അത് അരിച്ചെടുക്കണം. നന്നായി ഫിൽട്ടർ ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം ആവർത്തിച്ച് അരിച്ചെടുക്കുക. എന്നിട്ട് അത് 5-8 തുള്ളി വീതം മൂക്കിൽ നസ്യം ചെയ്യുന്നത് ഈ ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന കഫക്കെട്ട് കൊണ്ടുണ്ടാവുന്ന തലവേദന ശമിക്കുന്നതിന് സഹായിക്കുന്നു. ആ കഫം ഇളകി പോകുന്നതിനൊക്കെ സഹായകരമാകുന്നു. അപ്പൊ ആ കഫം ഇളകി പോകുമ്പോൾ ആ തലവേദനയും സൈനസൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് തുടർച്ചയായിട്ട് മൂക്കൊലിപ്പ്,
നെഞ്ചിടിപ്പ് ഇതൊക്കെ ശമിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുറച്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് കാര്യമായ വ്യത്യാസം കാണുന്നില്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഔഷധങ്ങളും നിശ്ചയിക്കേണ്ടതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.